കാർഷിക യന്ത്രവൽക്കരണത്തിൻ്റെ ടെസ്റ്റിംഗ്, ട്രെയിനിങ്, ഡെമോൺസ്ട്രേഷൻ, റിസർച്ച് എന്നീ പർപ്പസിനായിട്ടാണ് ഈ കേന്ദ്രം സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മെഷീൻ ഷോപ്പ്, കാർപ്പൻട്രി ഷോപ്പ്, ബ്ലാക്ക് സ്മിത്ത് ഷോപ്പ് എന്നീ വർക്ക്ഷോപ്പുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ വർക്ക്ഷോപ്പ് റിസർച്ച് വിങ്ങിനും ട്രെയിനിങ് സെൻറ്ററിനായി റെസിഡൻഷ്യൽ പർപ്പസോടുകൂടി ഏകദേശം 40ഓളം ആൾക്കാരെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നതിനായിട്ടുള്ള സെമിനാർ ഹാളുകൾ, വീഡിയോ കോൺഫറൻസ് ഹാള്, അതിനുള്ള അക്കോമഡേഷൻ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടൊപ്പം ഇന്ന് നിലവിലുണ്ട്. കർഷകർക്ക് RTCയിൽ നിന്ന് 3 തരം സേവനങ്ങളാണ് നമ്മൾ ലഭ്യമാക്കുന്നത്. ഒന്ന് ട്രെയിനിങ്, കർഷകർക്ക് വേണ്ട മെഷീനുകൾ ഒക്കെ വേണ്ട ട്രെയിനിങ്ങുകൾ, റിപ്പയറിങ് അങ്ങനെ ഇൻക്ലൂഡിങ് ചെയ്തുകൊണ്ട് വിവിധതരം ട്രെയിനിങ്ങുകൾ, അത് 3 ദിവസം 5 ദിവസം അങ്ങനെ ഉള്ള ട്രെയിനിങ്ങുകൾ എല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മൾ ട്രാക്ടർ, ടില്ലർ, ബസ് കട്ടർ, ചെയിൻസോ, കോക്കനട്ട് ക്ലൈംബർ, തെങ്ങുകയറ്റ മെഷീൻ, അരക്കനെട്ട്, ഇങ്ങനെ പ്രൂണേഴ്സ്, അങ്ങനെയുള്ള വിവിധ സ്പ്രേയേഴ്സ് എല്ലാത്തിനെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ്സുകളും തിയറിയും പ്രാക്ടിക്കലും അവർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സ്വയം ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നത്. അത് റെസിഡൻഷ്യലായിട്ടും അല്ലാതെയും ഒക്കെ നമ്മൾ നടത്തി വരുന്നുണ്ട്. എല്ലാ ട്രെയിനിങ്ങും ഫ്രീ ആണ്. സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും കാർഷിക യന്ത്രവൽക്കരണത്തിൽ പ്രാഥമികമായ ഒരു അറിവ് നൽകുക, അതുകൊണ്ട് സ്മോൾ ഫാം മെക്കനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട മെഷീനറികളുടെ റിപ്പയർ, മെയിൻ്റനൻസ് എന്നീ കാര്യങ്ങളിൽ കർഷകരെ തന്നെ പരിശീലിപ്പിക്കുക എന്ന ദൗത്യമാണ് ട്രെയിനിങ്ങിൽ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാൻ പവർ ഇല്ലാതെ തന്നെ ഈ യന്ത്രം ഉപയോഗിച്ച് വളരെ നിസ്സാരമായിട്ട് പെട്ടെന്ന് തന്നെ അടക്കാം. പിന്നെ മഴയൊന്നുമില്ല, വെയിലൊന്നുമില്ല, രാവും പകലൊന്നുമില്ല, ഏത് സമയത്ത് എപ്പോഴാണെങ്കിലും കയറി അടക്കാം എന്നുള്ള നല്ല യന്ത്രമാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിതിന് എടുക്കുമ്പോഴത്തേക്കും ഈ 3 റാഡുള്ള മെഷീൻ വേണം എടുക്കാൻ. അപ്പോൾ നമ്മുടെ ഇതിന് ഏകദേശം ഒരു 3300 രൂപ വില വരണമെങ്കിലും അതിന് സബ്സിഡി കിട്ടും. പകുതി പൈസ സബ്സിഡിക്ക് ഗവൺമെൻറ്റിന് എടുക്കാൻ പറ്റും. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കയറുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ യന്ത്രത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നിന് ഹാൻഡിൽ പൊക്കം കൂടുതലും ഒന്നിന് ഹാൻഡിൽ പൊക്കം കുറവും. വ്യത്യാസം മനസ്സിലായില്ല. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനെന്ന് പറഞ്ഞാൽ ഹാൻഡിൽ പൊക്കം കൂടിയത് ഇടതുവശത്ത് വരണം, ഹാൻഡിൽ പൊക്കം കുറഞ്ഞത് വലതുവശത്ത് മേളിലായിട്ട് വരണം. ഈ രീതിക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്ത് നമ്മൾ കയറി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഒരു ചെറിയ പ്രവർത്തന രീതി ക്ലിയറായിട്ട് പഠിച്ചെടുക്കണം. അത് നമ്മൾ ആ പ്രവർത്തന രീതി ഒന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് പഠിക്കാം. ആദ്യം ഹാൻഡിൽ പൊക്കം കൂടി തന്നെ സെറ്റ് ചെയ്യണം. ഈ കണ്ണ റോപ്പ് ഉണ്ടോ, റോപ്പ് പിടിച്ച് ഈ ഹോളിനകത്തോട്ട് ഇടണം. ഹോളിനകത്തോട്ട് ഇട്ടിട്ട് ഈ ഹുക്കിനകത്തോട്ട് കയറ്റണം. ഹുക്കിനകത്തോട്ട് കയറ്റിയിട്ട് ഈ ഫുഡ് റെസ്റ്റ് ചവിട്ടുപടി മേളിലോട്ട് ഉയർത്തിയിട്ട് ഈ പിന്ന് കണ്ടോ, ഈ മടക്കുവശം പുറത്തു വരാൻ കണക്കിനാക്കിയിട്ട് അകത്തോട്ട് കയറ്റിയിട്ട് ഈ പിന്ന് പൂർണ്ണമായിട്ട് നിവർത്തിയിട്ടേക്കണം. തിരിച്ച് അടുത്ത റോപ്പും അതുപോലെ തന്നെയാണ്. തെങ്ങി ചുറ്റി പിടിച്ച് ഒരു ഹുക്ക്, ഒരു ഹോള്, അത് കഴിഞ്ഞിട്ട് ഈ പിന്നിലോട്ട് കയറ്റിയിടണം, പിന്നെ നിവർത്തിയിടണം. കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഹാൻഡിൽ പൊക്കം കൂടിയത് സെറ്റ് ചെയ്ത് അതിന് ശേഷം ഹാൻഡിൽ പൊക്കം കുറഞ്ഞത് വലതുവശത്ത് മേളിലായിട്ട് വയ്ക്കണം. ആദ്യം ഹോളിൽ, അത് കഴിഞ്ഞ് ഹുക്ക് മുന്നോട്ട് മടക്കി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ചവിട്ടുപടി ഉണ്ടാകും മേളിലോട്ട് ഉയർത്തിയിട്ട് ഇതേപോലെ ഇടണം. തിരിച്ച് അടുത്ത റോപ്പ് അത് തന്നെയാണ്. ഈ രീതിക്ക് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ മെയിനായിട്ട് ഇതെങ്ങനെയാണോ ഇത് പ്രവർത്തന രീതി ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. ഞാൻ അതിനെപ്പറ്റി ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ചെരുപ്പം തൊട്ട് കയറില്ല, ഞാനിപ്പോൾ ഒരു അല്പ ദൂരത്തേക്ക് മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതേപോലെ കയറി നിൽക്കണം. അപ്പോൾ ആദ്യം വലത് കാല് കൊണ്ട് ചവിട്ടുപടി മേളോട്ട് ഉയർത്തുക. ഉയർത്തിയതിന് ശേഷം കൈയും കാലും ഒന്നിച്ച് ഉയർത്തി വയ്ക്കണം, ചവിട്ടണം. ഇതാണ് ഫസ്റ്റ് രീതി. അത് കഴിഞ്ഞിട്ട് ഇടതുവശം നമ്മുടെ ബോഡി വെയിറ്റ് ഫുള്ളും വലതുവശത്തോട്ട് മാറിയിട്ട് ഇടത് കാല് കോരി ഉയർത്തണം. അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് ഇടതുവശത്തോട്ട് മാറും. എന്നിട്ട് വലത് കാല് കൊണ്ട് ആദ്യം കോരി ഉയർത്തി റോപ്പിനെ ലൂസ് ചെയ്യണം. ലൂസ് ചെയ്തതിന് ശേഷം മേളോട്ട് ഉയർത്തി വെച്ചിട്ട് ചവിട്ടണം. വീണ്ടും നമ്മുടെ ബോഡി വലത്തോട്ട് മാറണം. ഇടതുവശം കാലുകൊണ്ട് ഉയർത്തി റോപ്പ് ലൂസ് ചെയ്യും. ലൂസ് ചെയ്തതിന് ശേഷം മേളിലോട്ട് വെച്ചിട്ട് ചവിട്ടണം. മനസ്സിലായില്ല? ഇനി അതേപോലെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കൈ ഒന്ന് ഹാൻഡിൽ താഴ്ത്തി പിടിച്ചിട്ട് കാലുകൊണ്ട് ഉയർത്തി കൊടുക്കണം. അപ്പോൾ ഫ്രീ ആയിട്ട് കഴിഞ്ഞ് വരും. ഈ കൈ ഉണ്ടോ, ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴ്ത്തി കാണിക്കുക. കാല് ഫുട്ട് റെസ്റ്റ് ഒന്ന് ചവിട്ടി ഉയർത്തുക. കോരി ഉയർത്തുമ്പോൾ അഴിഞ്ഞ് വരും. ആവശ്യമുള്ള നീളം മേളിലോട്ട് വലിക്കുക, ഇറങ്ങുക. വീണ്ടും ഇടതുവശം അതേപോലെ കൈ താഴ്ത്തിയിട്ട് ക്ലൈമർ താഴ്ത്തുക, ഇറങ്ങുക. അതുപോലെ തന്നെയാണ് ഈ വശവും. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഹാൻഡിൽ നിന്ന് അല്പം ഒന്ന് കൈ താഴ്ത്തി ശീലിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡി
വെയിറ്റുകളെല്ലാം ഒന്നിലോട്ട് മാറും, നമുക്ക് നല്ല മെയ്വഴക്കം കിട്ടും, ഫ്രീ ആയിട്ട് പഠിച്ചിറങ്ങാം. പിന്നെ പഠിച്ചതിന് ശേഷം നമ്മൾ ഈ കൈ ഇങ്ങനെ താഴ്ത്തി കാണിക്കേണ്ട, കൈ അതിനകത്തിരിക്കും, പ്രവർത്തനങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കും. മിനിറ്റിൽ തെങ്ങ് കയറാൻ പഠിച്ചു, ഇറങ്ങാൻ പഠിച്ചു. ഒരു പ്രാവശ്യം പകുതി വരെ കയറി, രണ്ടാമത്തെ പ്രാവശ്യം കുറച്ചുകൂടെ കയറി, മൂന്നാമത്തെ പ്രാവശ്യം മേലെ കയറി തേങ്ങ ഇട്ടു. 10 മിനിറ്റ് കൊണ്ട് അത് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ ഒരു ഹൈറ്റ് കീഴടക്കിയപ്പോൾ ഒരു കോൺഫിഡൻസ്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില സ്ട്രൈറ്റായിട്ട് ചില തെങ്ങുകൾ കാണും. സ്ട്രൈറ്റായിട്ട് ഇരിക്കുന്ന തെങ്ങിൽ നമുക്ക് റൗണ്ട് ചെയ്ത് കയറിപ്പോവാം. ഏത് വശത്തുനിന്ന് കയറിപ്പോയാലും യാതൊരു വിഷയമില്ല. തിരിച്ച് ചരിഞ്ഞ തെങ്ങുകളൊക്കെ വരും. ചരിഞ്ഞ തെങ്ങ് വരുമ്പോഴത്തേക്കും അതേ ബെൻഡ് വഴി മാത്രമേ കയറിപ്പോകാം. ഒരു കാരണവശാലും അതിൻ്റെ വളവ് ഭാഗത്ത് തിരിയരുത്. അതേ ബെൻഡ് വഴി തന്നെ കയറിപ്പോകണം. കയറിപ്പോണ സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ 2 ഹാൻഡിലും കൈ വളരെ ചേർത്ത് തന്നെ പിടിച്ചോളണം. ഒരു കാരണവശാലും യന്ത്രം പോണ വഴിക്ക് നമ്മൾ പോകരുത്. നമ്മൾ പോണ വഴിക്ക് യന്ത്രത്തിനെ കൊണ്ടുപോകണം. എന്നിട്ട് നമ്മൾ മേളിലോട്ട് പോയതിന് ശേഷം ഇതാ ഈ 2 മെഷീനും ഒന്ന് തുല്യമായിട്ട് വയ്ക്കുന്നു. വയ്ക്കുന്നതിന് ശേഷം നമ്മൾ ഇത് രണ്ടിലും ഫുള്ളായിട്ട് 2 കാലിലും ചവിട്ടുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് 2ൽ 50 ആയിട്ട് വരും. അപ്പോൾ 2 മെഷീനും എല്ലാം റോപ്പ് തെങ്ങുമായിട്ട് എല്ലാം ഉറച്ച് നിൽക്കും. ഇടത് കൈ ഹാൻഡിൽ പിടിച്ചതിന് ശേഷം വലത് കൈ കൊണ്ട് തേങ്ങ വെട്ടണം. വെട്ടിയതിന് ശേഷം അതേപോലെ തന്നെയാണ് വീണ്ടും അതേ ബെൻഡിൽ കൂടെ തന്നെ വേണം ഇറങ്ങി വരാൻ. ഇപ്പോൾ സ്ട്രൈറ്റായിട്ട് തെങ്ങിന് ഏത് വഴി വന്നാലും ഒരു വിഷയമില്ല. തിരിച്ച് ചരിഞ്ഞ തെങ്ങുകളിൽ അതേ ബെൻഡിൽ കൂടെ കയറി അതേ ബെൻഡിൽ കൂടെ തന്നെ തിരിച്ചു വരണം. ഒരു കാരണവശാലും 2 ഹാൻഡിലും അകന്നു പോരുത്. എപ്പോഴും അടുപ്പിച്ച് തന്നെ പിടിച്ചേക്കണം. എന്താണ് ഇതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നാണ്. നമ്മൾ ഓരോ ഇതും മീൻസ് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. നമ്മൾ കയറിയാലും താഴേക്ക് വീഴില്ല, അത്രയും കോൺഫിഡൻ്റ് ആക്കിയാണ് നമ്മളെ മേലേക്ക് ഓരോ സ്റ്റെപ്പും മേലേക്ക് വിടുന്നത്. നമ്മളിവിടെ വന്നിട്ടെന്ന് പറഞ്ഞാൽ എല്ലാ യന്ത്രങ്ങളും വളരെ ക്ലിയറായിട്ടും കൃത്യതയായിട്ടും വളരെ എളുപ്പത്തിലും ക്ലിയറായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. നമ്മുടെ ഈ കോക്കനട്ട് ക്ലൈംബറൊക്കെ എന്ന് പറയുമ്പോൾ പലരും പഠിച്ചിട്ട് അത് ഇറങ്ങാനും കയറാനും അറിയാത്തൊരവസ്ഥയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് പഠിച്ചിട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. അത്ര ഒരു ലളിതമായിട്ടുള്ളൊരു യന്ത്രമാണ്. തൊഴിലായിട്ട് നമുക്ക് കൊണ്ടു കിടക്കാം. സ്വന്തമായിട്ട് വീട്ടാവശ്യത്തിന് കരിക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വേണ്ടി അടക്കുകയും ചെയ്യാം. നമുക്ക് ഇതിന് വലിയ ഇന്ധന ചിലവൊന്നുമില്ല. വെറുതെ ലൈറ്റായിട്ട് ഒരു ചെറിയ എണ്ണയൊക്കെ കൊടുത്ത് ഒന്ന് ഫ്രഷാക്കി വെക്കണ മാത്രമേ ഉള്ളൂ. കൃഷിവകുപ്പിൻ്റെ വെള്ളായണി RTTC വഴി നടപ്പിലാക്കുന്ന 3 ദിവസത്തെ ഫാമേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇവിടെ ഏറ്റവും കൂടുതലായി നടന്നു വരുന്ന ട്രെയിനിങ്. ഈ വർഷം നമുക്ക് ഏകദേശം 30 ബാച്ചിനോളം ട്രെയിനിങ് നടത്താനുള്ള ഫണ്ട് ലഭ്യമാണ്. കേരളത്തിൽ ഉപയോഗിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാർഷിക ഉപകരണങ്ങളുടെയും ട്രെയിനിങ്ങുകളാണ് നമ്മളിവിടെ നടത്തി വരുന്നത്. ഇതുകൂടാതെ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ, തേനീച്ച വളർത്തൽ പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ, ഇറിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള ട്രിപ്പ്, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്നിവയിലുള്ള ക്ലാസ്സുകളും ഈ ഫാമേഴ്സ് 3 ദിവസത്തെ ട്രെയിനിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നോടൊപ്പം നിൽക്കുന്നത് നമ്മളവിടെ RTTCയിൽ ട്രെയിനിങ്ങിന് വന്ന കർഷകരാണ്. ഇവർക്ക് ട്രാക്ടർ ഓടിക്കാനും അതുപോലെ മറ്റെല്ലാ മെഷീൻ ഓടിക്കാനും ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അനായാസേന, അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ 30 പേർക്ക് നല്ല രീതിയിൽ ട്രാക്ടർ ഓടിക്കാൻ നമ്മളെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ട്രാക്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്ന്, ആദ്യം വെറുതെ ഓടിക്കുക എന്നുള്ളത്, ആദ്യം ഓടിക്കാൻ പഠിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അതിൽ ഇംപ്ലിമെൻറ്റുകൾ ഫിറ്റ് ചെയ്ത് യന്ത്രം നിലത്ത് ഉഴാനോ അല്ലെങ്കിൽ റോട്ടവേറ്റർ ഇട്ടിട്ടാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ മറ്റു കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക. ഇതിൽ ഓടിക്കാൻ പഠിക്കുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചോളം അരമണിക്കൂർ സമയം വേണ്ട ഓടിക്കാൻ പഠിക്കാൻ. അത്രയും സിമ്പിളായിട്ടാണ് നമ്മളിവിടെ പഠിപ്പിക്കുക. മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്ന പോലെയല്ല, കുറേ വ്യത്യാസങ്ങളുണ്ട്. 12ഓളം ഗിയറുകളുണ്ട് ഈ ട്രാക്ടറുകളിൽ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കുറേ ലിവറുകൾ. ഇതൊക്കെ കാണുമ്പോൾ അറിയാത്ത ഒരാൾക്ക് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. ഇതെങ്ങനെയാണ് പഠിക്കുക, അത് ഇത്രയും എളുപ്പമാണോ പഠിക്കുക എന്ന് വിചാരിക്കും. വളരെ വളരെ സിമ്പിളാണ്. ഒരു കാർ ഓടിക്കുന്നത് പോലെയൊന്നും കഷ്ടമുള്ളതല്ല. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഒരാൾക്ക് പഠിക്കാൻ പറ്റും. എൻ്റെ ഹസ്ബൻഡിൻ്റെ തീരുമാനത്തിലാണ് ഞാനിവിടെ എത്തിയത്.
അപ്പോൾ ഏട്ടൻ ഇതുപോലെ അറിഞ്ഞു, ഇതുപോലെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, നീ പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ മടിച്ചു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞില്ല, നീ പോയി നോക്ക്, നിനക്ക് ഒരുപാട് പ്രയോജനപ്പെടും എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യത്തെ ദിവസം വന്നു, അടുത്ത രണ്ടാമത്തെ ദിവസം ആയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഓരോ ദിവസവും നമുക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കൂടിക്കൊണ്ടിരുന്നു. കാരണം ഓരോ യന്ത്രം, ഇപ്പം ട്രാക്ടർ ആയാലും പിന്നെ നമുക്ക് പുല്ല് വെട്ടുന്ന യന്ത്രമായാലും പിന്നെ തെങ്ങിൽ കയറുന്നതായിരുന്നാലും ഓരോ യന്ത്രവും മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരുന്നു. ഈ ട്രാക്ടർ ഓടിക്കാൻ പണ്ട് കാലത്ത് സെപ്പറേറ്റ് ആയിട്ടൊരു ലൈസൻസ് വേണമായിരുന്നു, ട്രാക്ടർ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഇപ്പോൾ കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങളും സ്റ്റേറ്റുകളിലെല്ലാം ഏകീകരിച്ചതുകൊണ്ട് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ള ഏതൊരാൾക്കും ട്രാക്ടർ പഠിക്കാൻ പറ്റും. നമ്മൾ ഒരു ദിവസം കൊണ്ട് ഓടിക്കാൻ പഠിപ്പിക്കും, രണ്ടാമത്തെ ദിവസം നില ഉഴാനൊക്കെ ആയിട്ട് എല്ലാവരെയും പഠിപ്പിക്കും. 35ഓളം പേരെ നമുക്ക് സിമ്പിളായിട്ട് പഠിപ്പിക്കാൻ പറ്റും. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ, ചെറുതായി വരുന്ന അതിൽ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ പരിപാലിക്കണം എന്നുള്ള കാര്യങ്ങളും ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ വന്ന് എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ട്രാക്ടർ പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ വളവിലും തിരിവിലൊക്കെ വീഴുമെന്നുള്ള പേടിയിലായിരുന്നു നമ്മളൊക്കെ. പക്ഷേ ഇല്ല, ഈസി ആയിട്ട് നല്ലതായിട്ട് പഠിപ്പിച്ചു തന്നു. ഓടിക്കുമ്പോൾ ഇവരുടെ മുഖത്ത് ആ ഒരു ഫീല് കാണണം, ഇവർ ആ ആവേശം, ആ പ്രായം, ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെയുള്ള ഫീലായിരിക്കും ഇവർക്ക് വരിക ഈ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ. നമ്മൾ റിട്ടയർഡായ ടീച്ചേഴ്സ് വരാറുണ്ട്, അതുപോലെ പ്രായഭേദമന്യേ ഒരു 80 വയസ്സായവർ പോലും ഇവിടെ വന്ന് ട്രാക്ടർ ഓടിച്ച് പോകാറുണ്ട്. അവരുടെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എല്ലാ പ്രായത്തിലുള്ളവരും ഇത് വന്ന് ഓടിച്ച് അവർ ഭയങ്കര സന്തോഷത്തിലാണ് അവർ പോകുക, ഭയങ്കര എനർജി ആയിട്ടാണ് പോകുക. 3 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ അവർ വളരെ വരുന്ന പോലെ ആയിരിക്കില്ല, അവരുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ മാറിയിട്ടുണ്ടാവും. ഇത് പഠിച്ചപ്പോൾ എനിക്ക് നല്ലവണ്ണം ഒരു ആത്മധൈര്യം കിട്ടി. കാരണം ഇനി നമുക്ക് കൃഷിയിൽ നമ്മൾ ആര് വിളിച്ചാലും നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആത്മധൈര്യം കിട്ടി. ഏത് എൻജിൻ കിട്ടിയാലും നമുക്കത് പ്രവർത്തിക്കാനുള്ള എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് സാറ്. അതുകൊണ്ട് പുല്ല് വെട്ടുന്നതാണെങ്കിലും ഏത് യന്ത്രമാണെങ്കിലും 15 HP തൊട്ട് 50-60 HP വരെ നമ്മൾ കൃഷി കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കംപ്രസറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വെള്ളത്തിലൂടെ ഓടിക്കാൻ പറ്റും. നമ്മൾ പ്രളയകാലങ്ങളിലൊക്കെ വെള്ളത്തിൽ ഒരു എത്ര ഹൈറ്റുള്ള വെള്ളത്തിൽ നമുക്ക് ഈ ട്രാക്ടർ വെച്ച് ഓടിച്ച് നമുക്ക് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറിയൊരു ട്രാക്ടർ കൂടിയുണ്ട്, നിങ്ങൾ ഇന്നലെ ഓടിച്ചിട്ടുണ്ട്, മിനി ട്രാക്ടർ എന്ന് പറയും. കണ്ടല്ലോ, ചെറിയ ട്രാക്ടർ. മറ്റ് വിളകൾക്കിടയിലൂടെ നമുക്ക് ഓടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? മിനി ട്രാക്ടർ വെച്ച് ഓടിക്കാൻ പറ്റും. എത്ര കുന്ന് കയറി പോകാനും മലയിറങ്ങി പോകാനും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. നമ്മളത് ഫീൽ ചെയ്ത് വളരെ സന്തോഷത്തോടെ നമ്മൾ ഓടിച്ച് പഠിക്കുക എന്നുള്ളതാണ്. സ്പീഡിൽ ഓടിക്കുക എന്നുള്ളതല്ല, അത് ആ നിലത്തിന് ഏത് സ്പീഡാണോ വേണ്ടത് ആ സ്പീഡിൽ ഓടിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സേഫ്റ്റി കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. ട്രാക്ടറിൽ നമ്മൾ ഓടിക്കുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെയാണ് ഓഫ് ചെയ്യുക, എവിടെ തൊടണം, എവിടെ തൊടാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഇതിനോടൊപ്പം തന്നെ പഠിച്ചു പോകുന്നുണ്ട്. കാരണം സേഫ്റ്റിക്കാണ് ഫസ്റ്റ്, പേഴ്സണൽ സേഫ്റ്റി അതാണ് ആദ്യം. ഒരു അപകടം കൂടാതെ നമ്മൾ ഈ 3 ദിവസം ഇവിടെ വന്ന് ട്രെയിനിങ് കഴിഞ്ഞ് പോകുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ഞങ്ങളെല്ലാവരും വളക്കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. വളക്കച്ചവടത്തിൻ്റെ കൂട്ടത്തിൽ കർഷകർക്ക് മെഷീനറീസിനെ പരിചയപ്പെടുത്തി കൊടുക്കാനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അതിലൂടെ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള നമ്മൾ ചെയ്യുന്നത്. വളം കൊടുത്താൽ മാത്രം പോരല്ലോ, അത് കൃഷി ചെയ്ത് അതിലൂടെ അവർക്ക് മേന്മ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പഠിക്കുകയാണ്. നമ്മൾ പഠിച്ച് നമ്മൾ അവരെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൻ്റെ ഭാഗമായിട്ട് അതിനെ നമ്മൾ വീണ്ടും ആഡ് ഓൺ ചെയ്യുക എന്ന് പറയുമല്ലോ. ഈ ബിസിനസ്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മെഷീനറീസിൻ്റെ ബിസിനസ് ചെയ്യാനും അത് നമുക്ക് മറ്റുള്ള കർഷകർക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരവസരം. അങ്ങനെ നമ്മൾ ഇത് പഠിച്ചാലല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് വന്നത്. ട്രാക്ടറിൽ ഒരു സിസ്റ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു PTO എന്ന് പറയും. മറ്റ് വാഹനങ്ങളിലൊന്നും കാണാത്തൊരു സിസ്റ്റമാണ് PTO, പവർ ടേക്ക് ഓഫ്. ഞാൻ പറഞ്ഞല്ലോ ഇതിലൊരു പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡ്രൈവ് വേണം. പമ്പ് സെറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക? ഒരു കറക്കും അല്ലേ. നമ്മൾ സാധാരണ വീട്ടിലെ പമ്പ് സെറ്റൊക്കെ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? ഒരു കറണ്ട് കൊടുത്തിട്ട് അല്ലേ, ഒരു മോട്ടോർ വെച്ചിട്ടാണ് പമ്പ് തിരിയുക. ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് നിന്ന് PTO എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്, പവർ ടേക്ക് ഓഫ് എന്ന് പറയും. ഇതിനകത്തുനിന്ന് ഒരു ഷാഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിവർ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറങ്ങിക്കൊണ്ടിരിക്കും. PTO എന്ന് പറയാം. ഇനിയിപ്പോൾ കംപ്രസർ ഫിറ്റ് ചെയ്യണം, അതിനും കറക്കം വേണം. അപ്പോൾ ഇവിടെ നിന്ന് കറക്കം എടുത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കറക്കി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ട്രെയിലർ ഫിറ്റ് ചെയ്യണം. ഇതിനകത്ത് ട്രെയിലർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർഷിക ആവശ്യങ്ങൾക്ക് പാടത്ത് നെല്ല് കൊണ്ടുപോകാനും വളങ്ങൾ കൊണ്ടുപോകാനും വിളകൾ കൊണ്ടുപോകാനൊക്കെ നമുക്ക് ആ ട്രെയിലറിൽ ഈ ഇത് വെച്ച് ട്രാക്ടറിൽ പാടത്തേക്ക് തന്നെ പോകാൻ പറ്റും. മറ്റ് വാഹനങ്ങളൊക്കെ പാടത്ത് പോകാൻ പറ്റുമോ? പോവില്ല അല്ലേ. നമ്മൾ റോഡിൽ നിന്ന് താഴേക്ക് ഇറക്കാൻ കഴിയില്ല. ട്രാക്ടർ അങ്ങനെയല്ല, ഏത് പാടത്ത് വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും.
ഈ സാധനങ്ങളൊന്നും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. ഞാനാണെങ്കിൽ വണ്ടി പോലും ഓടിച്ച് എനിക്കറിയില്ല. ഇവിടെ വന്ന് എനിക്കൊരു ഇവിടുത്തെ സാറ് പഠിപ്പിച്ചു തന്നാണ്. ഒന്നും പേടിക്കേണ്ട ചേച്ചി, കയറിക്കോ എന്ന് പറഞ്ഞു. ഞാൻ കയറി അത് പഠിക്കാനും ഇവിടുത്തെ ട്രാക്ടർ പഠിക്കാനും. അത് നമ്മൾ പരിശോധിച്ചാൽ വിചാരിക്കാം എല്ലാം നടക്കും. നമുക്കൊരു പേടിയും വേണ്ട, നമ്മൾ പുറകോട്ട് നിൽക്കുകയും വേണ്ട. എല്ലാവരും ഈ കോഴ്സിലോട്ട് വരിക, അതേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും മുന്നോട്ട് വരിക. അപ്പോഴേ നമ്മുടെ ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ എല്ലാം മാറിക്കിട്ടും. കാരണം നമ്മുടെ വീട്ടിൽ ഒരു സന്തോഷമാണത്. നമ്മുടെ ചുമ്മാ ഇരുന്ന് സമയം കഴിയണത് നമ്മളിത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഓരോ ട്രാക്ടറും ഓരോ ഭൂമിക്കനുസരിച്ച് നമ്മൾ അതിൽ ഇംപ്ലിമെൻറ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കും. നമ്മളൊരു പാടത്ത് ഇറക്കുകയാണെങ്കിൽ ഈ ടയർ വെച്ച് നേരെ ഇറക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ഇരുമ്പ് വീലുണ്ട്, KG വീൽ എന്ന് പറയും. ആ വീല് ഈ ടയർ മാറ്റി ആ വീല് ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പാടത്ത് ഓടിക്കുക. എല്ലാപ്പോഴും ഈ ഇംപ്ലിമെൻ്റ് തന്നെ ആയിരിക്കുമോ? ഈ കൾട്ടിവേറ്റർ ആയിരിക്കുമോ? അല്ല അല്ലേ, വേറെ സമയത്ത് വേറെ ഫിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളത് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ കാറുകളിലൊക്കെ എത്ര ഗിയറാണ് ഉള്ളത്? 5 ഗിയർ ഉണ്ടാവും അല്ലേ? 5 ഗിയർ അല്ലെങ്കിൽ 6 ഗിയർ ഉണ്ടാവും. പക്ഷേ ട്രാക്ടറിൽ അതിന് പകരം 12 ഗിയറുകളാണ്. അത് 8 ഗിയറുകൾ മുന്നോട്ട് പോകാനും 4 ഗിയറുകൾ പുറകോട്ട് പോകാനും. ഇത് പതുക്കെ പോകാനുള്ളൊരു വാഹനമാണ്. അത് വളരെ സ്പീഡിൽ നമ്മൾ കാറോ ബസ്സോ ഓടിക്കുന്ന പോലെയല്ല. മണ്ണിലും വെള്ളത്തിലും ചളിയിലും മലയിലും എല്ലാവിടെയും ഓടിക്കാനാണ് നമ്മൾ ട്രാക്ടർ ഓടിക്കുക. അപ്പോൾ വിവിധ തരം സ്പീഡുകളിൽ ചിലപ്പോൾ പതുക്കെ പോകേണ്ടി വരും, കുറച്ച് കൂടുതൽ പോകുന്നുണ്ട് വരും. പല ഇംപ്ലിമെൻറ്റുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ വണ്ടിയുടെ സ്പീഡുകൾ മാറും. അങ്ങനെ പല തരത്തിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാക്ടർ ഉപയോഗിക്കുക. നമ്മൾ വെറുതെ പഠിക്കണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നാൽ നമ്മളൊന്നും ആവത്തില്ല. അപ്പോൾ എന്തെങ്കിലും ആയി കിട്ടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇതുപോലെ കോൺടാക്റ്റ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ 3 ദിവസത്തെ ക്യാമ്പിന് ഇവിടെ വന്ന് നിന്ന് തങ്ങാം. നമുക്ക് യാതൊരു ക്യാഷും ആവുന്നില്ല, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടേ കിട്ടുന്നുള്ളൂ സബ്സിഡി. അപ്പോൾ നല്ല ഗുണമാണ്. യാതൊരു പ്രയോജനം ഇല്ലാതെ ഇവിടെ നിന്ന് ആരും പോകത്തില്ല. നമുക്ക് ഒത്തിരി ഗുണമായിട്ടേ പോകത്തുള്ളൂ. RTT വെള്ളായണിയിൽ നടക്കുന്ന ഈ ട്രെയിനിങ്ങിൽ നമ്മുടെ ഓഫീസിൽ തന്നെ ഏകദേശം 36 ഇനങ്ങളോളം കാർഷിക ഉപകരണങ്ങൾ ഉണ്ട്. ഈ എല്ലാ കാർഷിക ഉപകരണങ്ങളിലും ഉള്ള ട്രെയിനിങ്ങുകളാണ് നമ്മൾ കർഷകർക്ക് കൊടുക്കുക. കാർഷിക രംഗത്തുള്ള ഈ ഇത്തരം മെഷീനറികളെ പറ്റിയുള്ള ഒരു ജനറൽ അവയർനെസ് ഇവർക്ക് കൊടുക്കുന്നതിനും അവരവർക്ക് താല്പര്യമുള്ള ഉപകരണങ്ങൾ പ്രത്യേകമായി സെലക്ട് ചെയ്ത് വേണ്ട ട്രെയിനിങ്ങുകൾ കൂടുതലായിട്ട് അവർക്ക് ഈ 3 ദിവസം നൽകുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. മരം മുറിക്കാൻ വേണ്ടിയിട്ട് ഗ്രെയിൻസിനെല്ലാം കുറുകെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യന്ത്രമാണ്. നമുക്ക് വളരെ തൊഴിൽ സാധ്യതയുള്ളതാണ്. മെയിനായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന സമയങ്ങളിൽ തന്നെ ഇത് വളരെ ഷാർപ്പായിരിക്കണം. അതുപോലെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ്, നമ്മുടെ സേഫ്റ്റി പ്രിക്കറേഷനായിട്ടുള്ള ഡ്രസ്സുകളെല്ലാം നല്ല ഫിറ്റായിരിക്കണം. അലക്ഷ്യമായിട്ടുള്ള യാതൊന്നും ചെയ്യരുത്. വളരെ അപകട സാധ്യത ഉള്ളതുമാണ്. എന്നാൽ വളരെ വേഗത്തിൽ നമുക്ക് മരം മുറിക്കാൻ പറ്റുന്നൊരു യന്ത്രവും കൂടെയാണ്. നമ്മുടെ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു ഓണാണ്. മെയിനായിട്ടൊന്ന് ഓൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചോക്കുണ്ട്. ഇപ്പോൾ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്താണെങ്കിൽ ഈ ചോക്കൊന്ന് വലിച്ചു വയ്ക്കണം. അതുപോയിട്ട് ഈ ഡീകംപ്രഷൻ്റെ ബട്ടൺ ഒന്ന് അമർത്തി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ചെയിൻ ബ്രേക്ക് ഒന്ന് മുന്നോട്ടിട്ട ശേഷം നമ്മുടെ ഇപ്പോൾ സാധാരണ ഇത് കയ്യിൽ വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് കൊണ്ട് തറയിൽ വെച്ച് നല്ലവണ്ണം ഉറപ്പിക്കണം. ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ക്ലിയറായിട്ട് സ്റ്റാർട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം തറയിൽ വെച്ചിട്ട് നമ്മളിതേപോലെ കാല് കൊണ്ടൊന്ന് ബലപ്പിക്കുക. അതുപോയിട്ട് ഒന്ന് ഓൺ ചെയ്ത് അതുപോലെ ഡീകംപ്രഷൻ്റെ ബട്ടൺ ഒന്ന് അമർത്തി ചെയിൻ ബ്രേക്ക് ഒന്ന് ഇട്ട് ഈ രീതിയിലാക്കിയിട്ട് ഈ കിക്കർ പിടിച്ച് മേലോട്ട് വലിക്കുക. ഞാൻ ഒന്ന് വലിച്ച് കാണിക്കാം.
ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ മെയിനായിട്ട് ഈ കാണുന്ന ഒരു 4 ടീത്ത് കണ്ടല്ലോ പല്ല്, ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് മെയിനായിട്ട് ഈ കണ്ണ് ഇതിൽ ഇടിച്ച് നിർത്തിക്കൊള്ളണം. ഇതിപ്പോൾ ഈ ഫ്രണ്ട് ഭാഗം ഇതേപോലെ താഴ്ത്തും, എന്നിട്ട് ബാക്ക് വശം ഉയർത്തും, ഈ ഭാഗം താഴ്ത്തും, എന്നിട്ട് ഈ കാണുന്ന പിന്ന് കണ്ട ഈ പിന്നിനെ തടിയിലോട്ട് അതിൻ്റെ തൊലിയിലോട്ട് ചേർത്ത് നിർത്തിയിട്ട് മെല്ലെ കറയി കൊടുക്കണം. എന്നിട്ട് നല്ലവണ്ണം ബലപ്പിച്ച് പിടിച്ചോണം, മിഷ്യൻ തറയിൽ പോയി ഇടിക്കരുത്. അതുപോയിട്ട് ഒരു കാല് ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ മാറി നിൽക്കണം. ഇവർക്ക് നമ്മൾ കൊടുക്കുന്നത് 180 രൂപ പെർ ഡേ സ്റ്റൈപ്പൻഡായിട്ട് കൊടുക്കുന്നുണ്ട്. അക്കോമഡേഷനും ഫുഡും നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ താമസിച്ച് തന്നെ ഇവർ ട്രെയിനിങ് എടുക്കേണ്ടതാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി മുതൽ വരെയാണ് ട്രെയിനിങ്. അപ്പം ഇവിടെ നിന്ന് പോയി വന്ന് ട്രെയിനിങ് പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും ഇഫക്റ്റീവ് അല്ല. അതുകൊണ്ട് കമ്പൽസറി ആയിട്ട് 3 ദിവസം റെസിഡൻഷ്യൽ ട്രെയിനിങ് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എന്താണ് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ ചെറിയൊരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ ഇത് എടുക്കാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ വർഷം നമുക്ക് 30 ട്രെയിനിങ് നമ്മൾ നടത്തിയിരുന്നു. 30 പേരുള്ള ട്രെയിനിങ്ങുകളാണ്, 30 പേരാണ് ഒരു ബാച്ചിലുള്ളത്. ഈ വർഷം നമുക്ക് സാങ്ഷനായി വന്നിരിക്കുന്നത് 21 ട്രെയിനിങ് ആണ്. അതിൽ 8 ട്രെയിനിങ് നമ്മൾ നടത്തി കഴിഞ്ഞു. ഈ ഫോൺ നമ്പറിലോ മെയിൽ ഐ ഡിയിലോ സംസ്ഥാനത്തിൽ എവിടെയുള്ളവരല്ല, അത് കൃഷി ഓഫീസറുടെ ശുപാർശ വേണ്ട, കർഷകർക്ക് നേരിട്ട് തന്നെ വിളിക്കാം. നേരിട്ട് വിളിച്ച് നമ്മുടെ രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ബുക്കിനകത്ത് കയറി കഴിഞ്ഞാൽ സീനിയോറിറ്റി അനുസരിച്ച് ക്ലാസിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് ഈ ഓഫീസിൽ നിന്ന് തന്നെ കർഷകരെ കോൺടാക്റ്റ് ചെയ്യുകയും ആ സമയത്ത് വരാൻ താല്പര്യമുള്ളവരും സൗകര്യമുള്ളവരുമായ ആൾക്കാരുടെ 30 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയാണ് നമ്മൾ ഓരോ ബാച്ചിനെയും സെലക്ട് ചെയ്യുന്നത്. കൃഷിക്കൂട്ടത്തിൽ നിന്നും കൂടെ നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ പേഴ്സണലായിട്ട് കൃഷിക്കൂട്ടത്തിൻ്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ പേഴ്സണലായിട്ട് കൃഷിക്കൂട്ടത്തെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രായത്തിൽ താഴെ തട്ട് തൊട്ട് മേലെ തട്ട് വരെ ഉള്ളവരുണ്ടായിരുന്നു. അന്നേരം ഇവിടെ വന്നിട്ട് പലരും എനിക്ക് തെങ്ങിൽ കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ അടുത്ത എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആത്മവിശ്വാസക്കുറവിലായിരുന്നു ഇവരിൽ. അന്നേരം നമ്മൾ തന്നെയാണ് വളരെയധികം മോട്ടിവേറ്റ് ചെയ്തു. ഒരു തെങ്ങിൽ കയറണമെന്ന് പറയുമ്പോൾ അവരതിൻ്റെ മണ്ടയിൽ കയറി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു എനിക്ക് പറ്റും എന്ന്, അല്ലെങ്കിൽ ഒരു ബസ് കട്ടർ ഉപയോഗിക്കാം, ട്രാക്ടർ കണ്ടിട്ടില്ല, അല്ലെ വണ്ടി കയറിയിട്ടില്ല, ഒരു 4 വീല് പോലോ അല്ലെ 2 വീല് പോലോ ഓടിക്കാത്ത ഒരാളെ കാറിലോ ട്രാക്ടറിലോ കയറ്റി നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കുക കഴിയുമ്പോൾ അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടായി, എനിക്കിത് പറ്റും എന്നുള്ള. അവിടെയാണ് ഞങ്ങൾക്കൊരു ഗവൺമെൻറ് സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങളുടെ വകുപ്പിന് ഒരു ആത്മവിശ്വാസം കർഷകരിലേക്ക് ചെല്ലാൻ പറ്റുന്നത്.